ഇന്നലെ വരെ വീട്ടുമുറ്റത്തും സ്കൂൾ മുറ്റത്തും ഓടി നടന്ന കുഞ്ഞു കാലുകൾ. മണിക്കൂറുകൾക്കിപ്പുറം അവരുടെ നിശ്ചലമായ ചേതനയറ്റ കുഞ്ഞു ശരീരങ്ങൾ സ്കൂൾ മുറ്റത്തേക്കും വീട്ടുമുറ്റത്തേക്കും എത്തിച്ചപ്പോൾ ആർത്തലച്ചു കരയുകയായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം. കഴിഞ്ഞ ദിവസം പതിവ് പോലെ സ്കൂളിലേക്ക് പോയ കോട്ടയം കരിമാൻ തോട്ടിലെ 8ഉം 4ഉം വയസ്സുള്ള 2 കുട്ടികൾ. അവർ വൈകിട്ട് സ്കൂൾ വിട്ട് വീട്ടിൽ തിരിച്ചെത്തിയത് നാടിനെ തന്നെ നിശ്ചലമാക്കിയായിരുന്നു. ഓട്ടോറിക്ഷയിലായിരുന്നു 8 വയസ്സുകാരി ആദിലക്ഷ്മിയും 4 വയസ്സുകാരൻ യദുകൃഷ്ണയും അടക്കം 6 കുട്ടികളും ഡ്രൈവറും ഒരു കുട്ടിയുടെ അമ്മയുമടക്കം 8 പേർ സ്കൂളിലേക്ക് പോയിരുന്നത്. എന്നാൽ സ്കൂളിൽ പോയി തിരിച്ചു മടങ്ങും വഴി റോഡിൽ പത്തി വിടർത്തി നിൽക്കുന്ന പാമ്പിനെ കണ്ടതോടെ പെട്ടെന്ന് ഡ്രൈവർ വാഹനം വെട്ടിച്ചതോടെ ഓട്ടോറിക്ഷ മറിഞ്ഞു വീണത് സമീപത്തെ തോട്ടിലേക്കായിരുന്നു. പിന്നാലെ സംഭവിച്ചത് നാടിനെ നടുക്കിയ ദുരന്തവും. സ്കൂൾ വിട്ട് കുട്ടികൾ വീട്ടിലേക്ക് എത്തുവാൻ നിമിഷങ്ങൾ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. 9 വയസ്സുകാരി ജുവൽ സാറ തോമസ്, 11 വയസ്സുകാരൻ ശബരിനാഥ്, അമ്മ രാജിമോൾ, 11കാരി അൽഫോൻസ, 5 വയസ്സുകാരൻ രോഹിത്, ഓട്ടോറിക്ഷ ഡ്രൈവർ രാജേഷ് ഉൾപ്പെടെ 8 പേരാണ് ഒരു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത്. വഴിയരികിൽ പത്തി വിടർത്തി നിന്ന പാമ്പിനെ കണ്ട് രാജേഷ് ഓട്ടോറിക്ഷ അതിവേഗം വെട്ടിച്ചു. പിന്നാലെ താഴെ കുഴിയിലേക്ക് പതിച്ച് അപകടം സംഭവിക്കുകയായിരുന്നു. ആ വീഴ്ചയിൽ വണ്ടിയിൽ നിന്നും തെറിച്ചു പോവുകയായിരുന്നു ആദിലക്ഷ്മിയും യദുകൃഷ്ണയും.